ആലുവ എടയപ്പുറത്ത് ഉറങ്ങിക്കിടന്ന 8 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ വിചാരണ തിങ്കളാഴ്ച തുടങ്ങും. തിരുവനന്തപുരം സ്വദേശി ക്രിസ്ത്യൻ രാജാണ് പ്രധാന പ്രതി. ഇതേ പ്രതി പെരുമ്പാവൂരിൽ വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിന്റെ വിചാരണ ചൊവ്വാഴ്ചയും ആരംഭിക്കും. പെരുമ്പാവൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയിലാണ് വിചാരണ. ആലുവയിൽ 5 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നാലെയാണ് എടയപ്പുറത്ത് ഉറങ്ങിക്കിടന്ന 8 വയസ്സുകാരിയും പീഡനത്തിന് ഇരയായത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 7-നാണ് സംഭവം. തിരുവനന്തപുരം ചെങ്കൽ സ്വദേശി ക്രിസ്ത്യൻ രാജാണ് മുഖ്യപ്രതി. വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകളെ അർദ്ധരാത്രി തട്ടിക്കൊണ്ടുപോയി ഒഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. ആലുവ ഡിവൈഎസ്പി എ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം 74-ാം ദിവസം കുറ്റപത്രം സമർപ്പിച്ചു. 650 പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത്. കേസിൽ 115 സാക്ഷികളുണ്ട്. പോക്സോയ്ക്ക് പുറമെ ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, മോഷണം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത്. ഇയാളെ ഒളിവിൽ താമസിക്കാൻ സഹായിച്ച മുർഷിദാബാദ് സ്വദേശി മൊസ്താക്കിൻ മൊല്ലയും പ്രതിയാണ്. ജനലിലൂടെ കൈയിട്ട് വാതിൽ തുറന്ന ശേഷമാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്. ബലാത്സംഗത്തിന് ശേഷം കുഞ്ഞിനെ നഗ്നയാക്കി ഇരുട്ടത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. ഒളിവിൽ പോയ പ്രതി പോലീസിനെ കണ്ടതോടെ പുഴയിൽ ചാടുകയും നാട്ടുകാരുടെ സഹായത്തോടെ പിടികൂടുകയുമായിരുന്നു. പിടിയിലാകുന്നതിനിടെ പ്രതി പെരുമ്പാവൂരിലും സമാനമായ കുറ്റകൃത്യം നടത്താൻ ശ്രമിച്ചു. ഉറങ്ങിക്കിടന്ന കുട്ടിയെ പീഡിപ്പിക്കാനായിരുന്നു ശ്രമം. എടയപ്പുറത്തെ കേസിൽ ഇയാൾ പിടിയിലായപ്പോഴാണ് പരാതി ഉയർന്നത്. ഈ കേസിന്റെ വിചാരണയും ഇതേ കോടതിയിൽ ചൊവ്വാഴ്ച തുടങ്ങും. റിപ്പോർട്ടർ, കൊച്ചി.